സീതാവുദിനെതിരെ നിങ്ങൾ ചെയ്യുന്ന ഈ രീതിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം അത് അങ്ങേരെ തളർത്താനല്ല, വളർത്താനേ സഹായിക്കും. കാരണം ഒരു റബ്ബർ പന്ത് എത്ര ശക്തിയിൽ നിങ്ങൾ താഴോട്ടെറിഞ്ഞാലും അതിൻ്റെ ശക്തി കാരണം അത് മുകളിലോട്ടല്ലേ പോകൂ എന്ന രീതിയിലുള്ള ഒരാളാണ് സീതാവൂദ്. അദ്ദേഹത്തിൻ്റെ ആശയം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അങ്ങേര് കൈകാര്യം ചെയ്യുന്ന മീഡിയ വൺ ചാനൽ, അതിൽ ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത, മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ളതാവാം, ഇവിടെ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ഡയറക്ടർമാരായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കൾ മാത്രമുള്ളവർ, ക്രിസ്ത്യാനികൾ മാത്രമുള്ള ചാനലുകൾ എന്നിരിക്കെ മീഡിയ വണ്ണിൽ പക്ഷേ നിഷ്പക്ഷമതികളായ ഹിന്ദുക്കളായ അല്ലെങ്കിൽ മറ്റ് മതക്കാരായ ആളുകളും കൂടി ഉണ്ട് അല്ലേ? ഇത് ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ, എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യണം എന്നത് കൂടി ഒന്ന് ചിന്തിക്കണ്ടേ? കാരണം ഇതിൽ സീതാവുദിന് ഒരു പ്രശ്നവും വരാനില്ല. കാരണം അതിൽ നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് ആർക്കാണെന്ന് ഞാൻ പറയാം. ഒന്ന്, മൂപ്പര് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, അതിൽ മുസ്ലിം വിഷയങ്ങൾ, മുസ്ലിം സംഘടനക്കെതിരെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക്, നിങ്ങൾ ഏതെങ്കിലും ഒരു കഞ്ചാവ് അടിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മദ്യപിച്ച് നടക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊള്ളരുതായ്മകൾ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് നിങ്ങൾ, അത് അദ്ദേഹം ഒരു മുസ്ലിം ആയിക്കോട്ടെ, ചെയ്യുന്നതെങ്കിൽ സീതാവുദിനൊരു പ്രശ്നമില്ല, അതൊരു ചർച്ചയില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയോ മറ്റോ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഘടനയാണെങ്കിൽ അതിനെതിരെ ഇല്ലാത്ത ഓരോ ആരോപണങ്ങൾ നിങ്ങൾ ആരോപിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ, കാരണം നേരത്തെ പറഞ്ഞ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സംഘടനയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം മുസ്ലിങ്ങൾക്ക് അതിലൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ സംഘടനയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ മീഡിയ വണ്ണിൻ്റെ ഒരു പോളിസി പ്രകാരം അല്ലെങ്കിൽ എന്താണ് ഈ സീതാവുദിൻ്റെ ഒരു ആശയപ്രകാരമുള്ള ഒരു രീതിയിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്യും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. ഈ സത്യാവസ്ഥ പുറത്തു വരുമ്പോൾ ആരോപണങ്ങളുമായി അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ആരോപണങ്ങളുമായി വന്ന നിങ്ങൾക്കാണത് പരാജയം അല്ലെ? ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യാവസ്ഥ പുറത്തു വരുന്നത് ഏകദേശം നിഷ്പക്ഷമതികളായ ആളുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അത് അവർ സത്യം അറിയും. പിന്നെ രാഷ്ട്രീയം നോക്കുന്ന ചില ആളുകളുണ്ടാവും, രാഷ്ട്രീയ ചിന്താഗതിയോടുകൂടി, അത് തുച്ഛമായ ആളുകളല്ലേ ഉണ്ടാവും. ഭൂരിപക്ഷം വരുന്ന ആളുകൾ ആരാണ്? അപ്പോൾ ഈ സീതാവുദിനെയൊക്കെ തിരുത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തളർത്താൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതി പറയാം. ഏതാണെന്നറിയോ? ഇങ്ങനെയുള്ള കെട്ടിച്ചമച്ച ആരോപണങ്ങൾ നിങ്ങൾ ആരോപിക്കാണ്ടിരിക്കുക, പുള്ളിക്കാരുടെ കയ്യിൽ വടി കൊടുക്കാതിരിക്കുക. കാരണം ഒരുപാട് കള്ളങ്ങൾ, ഇല്ലാത്ത പ്രചരണങ്ങളൊക്കെ അത് നിങ്ങൾക്കെതിരായേ മാറും. കാരണം അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ കെട്ടിച്ചമലക്കലുകളെ തിരുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട്, സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ആ കൈകളിൽ വടി കൊടുക്കാതിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അദ്ദേഹത്തിനെ തളർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നത് ഇങ്ങനെ വടി കൊടുക്കാതിരിക്കുക എന്നത് മാത്രമാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇടത് ചിന്താഗതിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ രീതികൾ നമുക്കറിയാം. പണ്ട് ഈ അച്യുതാനന്ദൻ ആരോപിച്ച ഓരോ ആരോപണങ്ങൾ, മലപ്പുറം ജില്ലയെ കുറിച്ച് ആരോപിച്ച ആരോപണങ്ങൾ അറിയാം. അവിടെ കോപ്പി അടിച്ച് ജയിക്കുന്നതാണെന്ന് പറയുന്നു. അത് വലിയൊരു വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ? കാരണം അവിടെ പഠിക്കുന്നവരായ വിദ്യാർത്ഥികൾ, നിഷ്പക്ഷമതികളായ ആളുകൾ ഉണ്ടാവാം, അതിൽ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ ഉണ്ടാവാം. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ജയിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ പോലീസിന്റെ ഒരു വേട്ടയാടൽ, നേരത്തെ അൻവറൊക്കെ പറഞ്ഞ ആരോപണമുണ്ടല്ലോ, അവിടെ പലർക്കും അത് അനുഭവമുണ്ട്. പലർക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പലർക്കും അനുഭവമുണ്ട് എന്ന് മാത്രമല്ല മറ്റ് ഇതര ഹിന്ദു വിഭാഗത്തിൽ തന്നെ പെട്ട മറ്റ് ജാതിയിലുള്ളവർക്ക് അവർക്കെതിരെ ഇവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ബോധ്യപ്പെട്ട ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലുമില്ലാത്ത നിഷ്പക്ഷമതികളായ ഒരുപാട് ആളുകൾ അവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന്, പോലീസിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ അതൊക്കെ അവർക്ക് ബോധ്യമുണ്ടല്ലോ. അപ്പോൾ ഈ നിങ്ങൾ ഈ ഓരോ ആരോപണങ്ങൾ വരുമ്പോൾ
അത് കെട്ടിച്ചമച്ചതാണ് എന്ന രീതിയിൽ നിങ്ങൾ ആരോപിക്കുന്നത്, തെളിവ് സഹിതം പറയുന്നത് നിങ്ങൾക്ക് അടിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും തളർത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം സത്യത്തെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, യാഥാർത്ഥ്യത്തെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ അതിലെ എന്താണ്, നിങ്ങൾ ഓരോ ആരോപണങ്ങൾ ആരോപിക്കുമ്പോൾ അതിൽ നിരുത്തരവാദിത്തപരമായ കുറെ കാര്യങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നത്, അത് സമൂഹത്തിന് മുമ്പിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. പിന്നെ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന മുസ്ലിം വിരുദ്ധ ആരോപണങ്ങൾ കള്ളങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ വെറും കെട്ടിച്ചമക്കപ്പെട്ട ആരോപണങ്ങളാണെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഒരു അജണ്ട പ്രകാരം പ്രവർത്തിക്കുന്ന RSS എന്ന് പറയുന്ന വിഭാഗം ഹിന്ദുത്വ രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് അവർ ചെയ്യുന്ന ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ മീഡിയകളിലൊക്കെ വ്യക്തമായി മനസ്സിലായതാണ്. അപ്പോൾ അവർക്കനുസരിച്ച് ഓരോ മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെയോ സംഘടനക്കെതിരെയോ ഓരോ ആരോപണങ്ങളുമായി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിൽ നിങ്ങൾ കുളം കലക്കി മീൻ പിടിക്കുകയാണ്. ഈ ആരോപണങ്ങളൊക്കെ ഇവർക്കെതിരെ ചെയ്യുന്നത് ഇവിടെയുള്ള സംഘപരിവാര സംഘപരിവാര വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള ഒരു ധാരണ ആർക്കുണ്ടാവുന്നു? ഇവിടെയുള്ള പൊതുസമൂഹത്തിനുണ്ടാവുന്നു. അതുകൊണ്ട് ഇല്ലാത്ത കെട്ടിച്ചമക്കപ്പെട്ട ആരോപണങ്ങളുമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. കാരണം അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന് മറുപടി നൽകാൻ പറ്റാതെ വരും. അത് ഇവിടെയുള്ള സംഘപരിവാര വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണെന്ന ധാരണ വരും പൊതുസമൂഹത്തിന്. അതാർക്കാണ് തിരിച്ചടിയായി വരുന്നത്? അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ തിരുത്താൻ തയ്യാറാണെങ്കിൽ, ഒരു സമൂഹത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടി ലിബറൽ ചിന്താഗതിക്കാരായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഒരു ചട്ടക്കൂടത്തിനകത്ത് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇസ്ലാമിക വിഭാഗത്തെ, മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആ ചട്ടക്കൂടിനെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ശ്രമകരമായ പണിയായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി കള്ള ആരോപണങ്ങളുമായി വരുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്, ഇതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിലനിൽക്കില്ല എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സീതാബുദ്ദീനെ തളർത്തണമെന്നുണ്ടെങ്കിൽ അത് ഇത്തരം നിരുത്തരവാദപരമായ ആരോപണങ്ങളുമായി വരാണ്ടിരിക്കുക എന്നതേ ഉള്ളൂ. അല്ലാതെ ഇത്തരം കള്ള ആരോപണങ്ങളുമായി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം വ്യക്തികളൊക്കെ ഇകഴ്ത്താൻ വേണ്ടി, താഴ്ത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ അത് ഈ വിഭാഗത്ത് സീതാബുദ്ദീനെ പോലുള്ള വിഭാഗത്തിന് സ്കോർ ചെയ്യാനേ അത് സഹായിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.